കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന വാർത്തകളാണിത്. റഷ്യ ക്യാൻസറിനെതിരെ വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു. നമുക്കറിയാം ക്യാൻസർ എത്രമാത്രം മാരകമായ അസുഖമാണെന്ന്. അതിനെതിരെ വാക്സിൻ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ലോകത്ത് ഒരുപാട് കണക്കിന് ആളുകളാണ് ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്നത്. നാം എല്ലാവരും ഈ അസുഖത്തെ പേടിയോടെയാണ് കാണുന്നത്. എന്നാൽ ഇനി പേടിക്കേണ്ടതുണ്ടോ? റഷ്യ വികസിപ്പിച്ച ഈ ക്യാൻസർ വാക്സിൻ എത്രമാത്രം ഫലപ്രദമാണ്? എന്താണ് ക്യാൻസർ? നമുക്ക് മനസ്സിലാക്കാം ക്യാൻസറിനെയും റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനെയും കുറിച്ച്. ക്യാൻസർ എന്നത് ഒരു അസുഖത്തേക്കാൾ ഉപരി ഒരവസ്ഥ എന്ന് തന്നെ പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്യാൻസർ ഒരു കൂട്ടം രോഗങ്ങളാണ്. ഈ പ്രത്യേകതകളാണ് മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ക്യാൻസറിനെ ഇത്ര മാരകമാക്കാൻ കാരണം. 2010 WHO കണക്കുകൾ പ്രകാരം ഈ ലോകത്ത് 14 മില്യണിലധികം ആൾക്കാർക്കാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത്. ഇതിൽ 8 മില്യണോളം ആൾക്കാരാണ് ഈ രോഗം കാരണം മരിച്ചിട്ടുള്ളത്. എന്നാൽ 2020 22 കണക്കുകൾ പ്രകാരം രോഗം ബാധിച്ചവരുടെ എണ്ണം ഏകദേശം 20 മില്യണായും മരിച്ചവരുടെ എണ്ണം 10 മില്യണായും ഉയർന്നിരിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ഈ സംഖ്യ ഇനിയും ഉയരാൻ സാധ്യത കൂടുതലാണ്. ഇത്രയധികം ആൾക്കാരെ കൊന്ന ക്യാൻസർ മാരകമായി മാറാൻ എന്താണ് കാരണം? അതിന് നമ്മൾ ആദ്യം ക്യാൻസർ എന്താണെന്ന് അറിയണം. നമ്മുടെ ശരീരം ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 200 തരത്തിലുള്ള കോശങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ ഓരോ തരത്തിലുള്ള കോശത്തിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. എന്നാൽ എല്ലാ കോശങ്ങൾക്കുമുള്ള ഒരു പൊതുവായ പ്രത്യേകതയാണ് സെൽ ഡിവിഷൻ. കോശങ്ങൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുകയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. നാം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് മുതൽ വാർദ്ധക്യം ബാധിച്ച് മരിക്കുന്നത് വരെ ഈ സെൽ ഡിവിഷൻ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സെൽ ഡിവിഷൻ കാരണമാണ് കുട്ടികളിലെ വളർച്ച നടക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഭേദമാകുന്നതും. എന്നാൽ സെൽ ഡിവിഷൻ നടക്കണമെങ്കിൽ മറ്റൊരാളുടെ നിർദ്ദേശം കൂടെ ആവശ്യമാണ്. അതാണ് DNA. DNAയിലാണ് നമ്മുടെ ശരീരത്തിലെ ജനറ്റിക് കോഡുകൾ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം കോശങ്ങൾക്ക് കൊടുക്കുന്നത് ഈ DNA ആണ്. ചുരുക്കി പറഞ്ഞാൽ DNA ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കില്ല. എന്നാൽ പല കാരണങ്ങളാലും DNAക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അത് തകരാറിലാകുന്നു. ഇത് കാരണം DNAയുടെ സീക്വൻസിൽ തന്നെ വ്യത്യാസം വരുന്നു. ഈ DNA കോശങ്ങൾക്ക് ശരിയായ നിർദ്ദേശങ്ങൾ അയക്കേണ്ടതിന് പകരം തെറ്റായ നിർദ്ദേശങ്ങൾ അയക്കുകയും ഇതിൻ്റെ ഫലമായി കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വിഭജിക്കുകയും ക്യാൻസർ സെൽസായി മാറുകയും ചെയ്യുന്നു. ഈ ക്യാൻസർ സെൽസാണ് പിന്നീട് ട്യൂമറുകളായി മാറുന്നത്. എന്നാൽ മറ്റു ചില ക്യാൻസർ സെൽസ് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കാൻ കാരണമാകുന്നു. സാധാരണ കോശങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ നശിച്ചു പോകും. എന്നാൽ ക്യാൻസർ സെൽസ് നശിക്കാതെ ഒരുപാട് കാലം നിലനിൽക്കും. പ്രധാനമായും റേഡിയേഷൻ, കെമിക്കൽസ്, പുകവലി പോലുള്ള ദുശീലങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് മാത്രമേ ക്യാൻസർ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ DNAക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് കാരണത്താലും തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് പുകവലി പോലുള്ള ദുശീലങ്ങൾ ഇല്ലാത്തവർക്കോ റേഡിയേഷൻ ഏൽക്കാത്തവർക്കോ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഭൂരിഭാഗം പേരും ക്യാൻസർ കണ്ടെത്തുന്നത് അതിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെ സ്റ്റേജിലാണ്. ഈ സമയം കൊണ്ട് തന്നെ ക്യാൻസർ നമ്മുടെ ശരീരത്തെ മാരകമായി ബാധിച്ചിട്ടുണ്ടായിരിക്കും. ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും പറയണം. എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റുകളെ അപേക്ഷിച്ച് വാക്സിൻ്റെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി, ഹോർമോണൽ തെറാപ്പി എന്നിവയാണ് പ്രധാനപ്പെട്ട ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾ. എന്നാൽ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ തന്നെ മുടികൊഴിച്ചിൽ, ഫാറ്റിഗ്, സ്കിൻ പ്രോബ്ലം, രക്തം കട്ടപിടിക്കൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളാണുള്ളത്. കെമിക്കൽ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നതോ ട്യൂമറിൻ്റെ സൈസ് കുറയ്ക്കുന്നതോ ആയ ചികിത്സയാണ് കീമോതെറാപ്പി. എന്നാൽ കെമിക്കലിൻ്റെ സ്ഥാനത്ത് ഹൈ ഡോസിലുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷൻ തെറാപ്പി. എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ട്യൂമറുകളെ മുറിച്ചു മാറ്റാറുണ്ട്. ഇതാണ് സർജറി. ഹോർമോൺ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുക എന്നതാണ് ഹോർമോണോ തെറാപ്പിയുടെ ലക്ഷ്യം. എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോതെറാപ്പി. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ക്യാൻസർ സെൽസിനെതിരെ നമ്മുടെ ബോഡിയെ ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ചികിത്സാ രീതിയുടെ ലക്ഷ്യം. ഏകദേശം ഇതേ സമാനമായ രീതിയിലൂടെയാണ് വാക്സിനുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് വാക്സിനുകൾ? എങ്ങനെയാണ് ക്യാൻസർ വാക്സിൻ പ്രവർത്തിക്കുന്നത്? സാധാരണയായി നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസോ ബാക്ടീരിയ പോലുള്ള രോഗാണുക്കൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും
രോഗാണുക്കൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തി രോഗിയായി മാറുന്നു. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ വാക്സിൻ കുത്തിവെക്കുമ്പോൾ ഈ രോഗത്തിന് കാരണമായ രോഗാണുവിനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ രോഗാണുക്കളുടെ നിർജീവമായിട്ടുള്ള സെൽസോ പ്രോട്ടീൻ പാർട്ടോ ആണെന്ന് മാത്രം. അതായത് കാഴ്ചയിലൊരു വൈറസിനെ പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ സ്വഭാവങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഇതിനെ ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. ഈ ആൻറ്റിജനെ എതിർക്കാനായി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡി നിർമ്മിക്കും. ആൻറ്റിജനുകൾ മൾട്ടിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള സമയം ലഭിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചത് കൊറോണ വൈറസിനെ തന്നെയാണ്. പക്ഷേ ആ വൈറസിൻ്റെ നിർജീവമായ പാർട്ടാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ കോവിഡോ മറ്റു വൈറസുകളോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ ആൻറ്റിബോഡികൾ അതിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് വാക്സിനുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ക്യാൻസർ വാക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ വാക്സിനുകളെ അപേക്ഷിച്ച് പേഴ്സണലൈസ്ഡ് mRNA ക്യാൻസർ വാക്സിനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതോ വന്നതോ ആയ വ്യക്തിയുടെ ക്യാൻസർ സെൽസിലെ RNA എടുത്ത് പഠിച്ച ശേഷം അതിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കുന്നു. RNA എന്നാൽ DNA പകുതി ഭാഗമാണ്. RNAയുടെ ഒരു ഭാഗമാണ് mRNA. ഈ mRNAയിലാണ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ട ജനറ്റിക് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത്. ഈ mRNA അടങ്ങിയിരിക്കുന്ന നിർജ്ജീവമാക്കപ്പെട്ട ക്യാൻസർ സെൽസിനെയാണ് രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ആൻറ്റിജനുകളെ എതിർക്കാനായി ശരീരം ആൻറ്റിബോഡി നിർമ്മിക്കും. ഇങ്ങനെയാണ് ക്യാൻസർ വാക്സിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് സമയമെടുക്കുകയും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ വാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് സമയം കുറയ്ക്കുകയും സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. ക്യാൻസർ സെൽസിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നിയോ ആൻറ്റിജൻ മ്യൂട്ടേറ്റഡ് പ്രോട്ടീനുകൾ എന്നിവയെ തിരിച്ചറിയണം. ഇതിനെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ ഈ പ്രോട്ടീൻ പാർട്ടുകളിലുള്ള ഡാറ്റാ സെറ്റുകളെ വിശകലനം ചെയ്യാൻ AI സഹായത്തോടെ നമുക്ക് സാധിക്കും. അതിനാൽ തന്നെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാക്സിൻ നിർമ്മാണം മണിക്കൂറുകൾ മാത്രമാക്കി മാറ്റും. ഇതേ സെയിം പ്രോസസ്സിലൂടെയാണ് റഷ്യയും വാക്സിൻ വികസിപ്പിച്ചത്. ഈ വർഷം ആദ്യം തന്നെ വാക്സിൻ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് റഷ്യ പറഞ്ഞത്. ആദ്യം തന്നെ ക്യാൻസർ വന്ന സാധാരണ ജനങ്ങളിലേക്കാണ് ക്യാൻസർ വാക്സിൻ എത്തിക്കാൻ പോകുന്നത്. റഷ്യയ്ക്ക് പുറമെ പല രാജ്യങ്ങളും ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങളെന്ത് ചിന്തിക്കുന്നു? ക്യാൻസർ വാക്സിൻ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമോ? ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ക്യാൻസർ വാക്സിനുമായി മുന്നോട്ട് വരിക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.